ഹലോ എവരി വൺ. ഇന്ന് ഒക്ടോബർ 7th ആണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ മാക്സിമം സ്റ്റാറ്റിക് ജി കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ജി കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എൻ്റെ ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിക് ജി കെ കൂടി പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ വേറെ സോഴ്സിൽ നിന്ന് സ്റ്റാറ്റിക് ജി കെ തേടേണ്ട ആവശ്യമില്ല. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റാറ്റിക് ജി കെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജിമെക്സ് ഇന്ത്യ ജപ്പാൻ 3-day ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ടു ബി ഹെൽഡ് ഇൻ അറേബ്യൻ സീ. അപ്പോൾ അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് 3-day ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ജപ്പാൻ. അതിൻ്റെ പേരാണ് ജിമെക്സ്. ആ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസിൻ്റെ പേരാണ് ജിമെക്സ്. അപ്പോൾ ഇത് 5th എഡിഷൻ ആണ്. ദ 5th എഡിഷൻ ഓഫ് ഇന്ത്യ ജപ്പാൻ മാരിടൈം ബൈലാറ്ററൽ എക്സസൈസ് ജിമെക്സ് between Indian Navy and the Japan Maritime Self-Defense Force will be held in അറേബ്യൻ സീ. അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് അത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡിജീനിയസ്ലി ബിൽഡ് ഗൈഡഡ് മിസൈൽ സ്റ്റീൽത്ത് ഡിസ്ട്രോയർ കൊച്ചി ആൻഡ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ടാഗ് അണ്ടർ ദ കമാൻഡ് ഓഫ് റിയർ അഡ്മിറൽ അജയ് കോച്ചാർ, ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് വെസ്റ്റേൺ ഫ്ലീറ്റ് വിൽ റെപ്രസെൻറ്റ് ദ ഇന്ത്യൻ ആർമി. അപ്പോൾ ഇന്ത്യൻ ആർമി റെപ്രസെൻറ്റ് ചെയ്യുന്നത് റയർ അഡ്മിറൽ ആയ അജയ് കോച്ചാറാണ്. അപ്പോൾ ജിമെക്സ് ആണ് ഇന്ത്യ ജപ്പാൻ ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ്. അത് അറേബ്യൻ സീയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. 5th എഡിഷനാണ് നടക്കാൻ പോകുന്നത്. ഇനി അടുത്ത ന്യൂസ്, ടോക്കിയോ ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ഇന്ത്യ ഹോക്കി സ്റ്റാർ ബീരേന്ദ്ര ലാക്ര അനൗൺസസ് റിട്ടയർമെൻറ്റ്. അപ്പോൾ ഹോക്കിയിൽ ബ്രോൺസ് മെഡലിസ്റ്റായ ഇന്ത്യക്കാരനായ ടോക്കിയോ ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ നേടിയ ഇന്ത്യക്കാരനായ ബീരേന്ദ്ര ലാക്ര റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 31-year-old Lakra, a defender, was part of India's bronze medal winning side in the Tokyo Olympics. Next news, India and Sri Lanka begin 12-day military exercise with focus on counter-terror cooperation. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക 12-day military exercise സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെററിസം കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ടാണ് കോപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു 12-day ബൈലാറ്ററൽ മാരിടൈം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രീലങ്കയുടെ ക്യാപിറ്റലാണ് ശ്രീ ജയവർദ്ധനപുര കോട്ടെ, കറൻസി റുപ്പിയാണ്. അപ്പോൾ ഇത് 8th എഡിഷനാണ് ഇന്ത്യ ശ്രീലങ്ക ബൈലാറ്ററൽ ജോയിൻറ്റ് എക്സസൈസ്. മിത്രശക്തി എന്നാണ് അതിൻ്റെ പേര്. ബൈലാറ്ററൽ മിലിറ്ററി എക്സസൈസിൻ്റെ പേരാണ് മിത്രശക്തി. സ്റ്റാർട്ടഡ് അറ്റ് കോംബാറ്റ് ട്രെയിനിങ് സ്കൂൾ അംപാറ ഇൻ ശ്രീലങ്ക. അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. മിത്രശക്തി എന്നാണ് അതിൻ്റെ പേര്. മിത്രശക്തിയുടെ മീനിങ് ആണ് പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. നെക്സ്റ്റ് ന്യൂസ്, റഷ്യ ക്ലെയിംസ് ഫസ്റ്റ് സക്സസ്ഫുൾ ടെസ്റ്റ് ലോഞ്ച് ഓഫ് സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ ഫ്രം എ സബ്മറൈൻ. അപ്പോൾ ഒരു ഹൈപ്പർസോണിക് മിസൈലായ സിർക്കോൺ ഒരു സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യയാണ് ചെയ്തിട്ടുള്ളത്. ദ റഷ്യൻ മിലിറ്ററി ഹാഡ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് എ ഹൈപ്പർസോണിക് സിർക്കോൺ മിസൈൽ ഫ്രം എ സബ്മറൈൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ ആണ്, കറൻസി റൂബിളാണ്. നെക്സ്റ്റ് ന്യൂസ്, WTO estimates global merchandise trade volume growth at 10.8% in 2021. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഗ്ലോബൽ മെർക്കൻഡൈസ് ട്രേഡ് വോളിയം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഗ്രോത്ത്, ഈ വർഷത്തെ ഗ്രോത്ത് റേറ്റ് 10.8% ആയിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, ജനീവ സ്വിറ്റ്സർലാൻഡ്. ഫൗണ്ട് ചെയ്തത് 1st January 1995 അതിൻ്റെ ഡയറക്ടർ ജനറലിൻ്റെ പേരാണ് എങ്കോസി ഒക്കോഞ്ചോ ഇവിയേല. നെക്സ്റ്റ് ന്യൂസ്, മഹാരാഷ്ട്രയിലത്തെ പാൽഘർ ഫെയിംഡ് വട കോലം റൈസ്. പാൽഘർസ് ഫെയിംഡ് വടാക്കോലം റൈസിന് GI ടാഗ്, ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിരിക്കുകയാണ്. എ വെറൈറ്റി ഓഫ് റൈസ് ഗ്രോൺ ഇൻ വാഡ ഇൻ ദ പാൽഘർ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര ഹാസ് ബീൻ ഗിവൺ ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് വിച്ച് വിൽ ഗിവ് ഇറ്റ് എ യുണീക്ക് ഐഡൻറ്റിറ്റി ആസ് വെൽ ആസ് എ വൈഡർ മാർക്കറ്റ്സ്. വടാക്കോലം, also known as a zini or Ginny rice, is a traditional variety grown in a Wada tehsil of Palghar
with the grain being of white in color. It is priced between 60 to 70 per kg. അപ്പോൾ മഹാരാഷ്ട്രയിലത്തെ പാൽഗർ ഡിസ്ട്രിക്റ്റിലത്തെ വടാക്കോലം റൈസിനാണ് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മഹാരാഷ്ട്ര റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് മഹാരാഷ്ട്രയുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈയിലാണ്. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്ററുടെ പേര് ഉദ്ധവ് താക്കറെയാണ്. മഹാരാഷ്ട്രയുടെ ഗവർണറുടെ പേരാണ് ഭഗത് സിംഗ് കോഷിയാരി. ചന്ദോലി നാഷണൽ പാർക്ക്, ഗുഗമൽ നാഷണൽ പാർക്ക്, നവേഗോൺ നാഷണൽ പാർക്ക്, തദോബ നാഷണൽ പാർക്ക് ഇതെല്ലാം മഹാരാഷ്ട്രയിലാണുള്ളത്. പിന്നെ കോയ്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി, തൻസ വൈൽഡ് ലൈഫ് സാങ്ച്വറി, മാൽവാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഫൻസദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗോഡാസാരി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇതെല്ലാം മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്രയുടെ ഡാൻസ് ഫോമാണ് ലാവണി. പിന്നെ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷനും ജയ്റ്റാപൂർ ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റും മഹാരാഷ്ട്രയിലാണുള്ളത്. കോയ്ന റിവറിലത്തെ കോയ്ന ഡാം മഹാരാഷ്ട്രയിലാണുള്ളത്. ബത്സ റിവറിലത്തെ ബത്സ ഡാം മഹാരാഷ്ട്രയിലാണുള്ളത്. ഗിർന റിവറിലത്തെ ഗിർന ഡാമും മഹാരാഷ്ട്രയിലാണുള്ളത്. ഭോഗവതി റിവറിലത്തെ രാധാനഗരി ഡാമും മഹാരാഷ്ട്രയിലാണുള്ളത്. ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മഹാരാഷ്ട്രയിലാണുള്ളത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ടും മഹാരാഷ്ട്രയിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, കിരൺ റിജിജു ഇനോഗ്രേറ്റ്സ് എ സ്പോർട്സ് ആർബിട്രേഷൻ സെൻറ്റർ ഇൻ അഹമ്മദാബാദ്. അപ്പോൾ അഹമ്മദാബാദ് ഗുജറാത്തിലത്തെ ഒരു സ്ഥലമായിട്ടുള്ള അഹമ്മദാബാദിൽ കിരൺ റിജിജു യൂണിയൻ ലോ മിനിസ്റ്ററായ കിരൺ റിജിജു സ്പോർട്സ് ആർബിട്രേഷൻ സെൻറ്റർ ഇനോഗ്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Union Law Minister Kiran Rijiju inaugurated the country's first sports arbitration center in India in Gujarat, which will serve as an independent body to fast track disputes in the sports sector. അപ്പോൾ കിരൺ റിജിജു ആണ് സ്പോർട്സ് ആർബിട്രേഷൻ സെൻറ്റർ അഹമ്മദാബാദിൽ ഇനോഗ്രേറ്റ് ചെയ്തത്. എയർടെൽ കണ്ടക്ട്സ് ഇന്ത്യാസ് ഫസ്റ്റ് റൂറൽ 5G ട്രയൽ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് എറിക്സൺ. അപ്പോൾ എയർടെൽ ഇന്ത്യയുടെ ഫസ്റ്റ് റൂറൽ 5G ട്രയൽ കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എറിക്സണായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ റൂറൽ 5G ട്രയൽ കണ്ടക്ട് ചെയ്തത്. ഭാരതി എയർടെൽ ഹാസ് കണ്ടക്റ്റഡ് എ 5G നെറ്റ്വർക്ക് ട്രയൽ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് എറിക്സൺ ഇൻ എ റൂറൽ ലാൻഡ്സ്കേപ്പ്, അച്ചീവിംഗ് എ സ്പീഡ് ഓഫ് ഓവർ 100 Mbps ഓൺ എ സ്മാർട്ട് ഫോൺ which was able to connect to the network at a distance of over 10 km from the site. അപ്പോൾ എയർടെലാണ് ഇന്ത്യയുടെ ഫസ്റ്റ് 5G ട്രയൽ റൂറൽ 5G ട്രയൽ കണ്ടക്ട് ചെയ്തത്. എറിക്സണായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്, ആന്ധ്ര ഗവൺമെൻറ്റ്സ് സ്വേച്ഛ പ്രോഗ്രാം ടു പ്രൊവൈഡ് ബ്രാൻഡഡ് സാനിറ്ററി നാപ്കിൻസ് ടു ഫീമെയിൽ സ്റ്റുഡൻസ്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് ഫീമെയിൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്വേച്ഛ. അത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. ആന്ധ്ര ഗവൺമെൻറ് സ്വേച്ഛ പ്രോഗ്രാം ടു പ്രൊവൈഡ് ബ്രാൻഡഡ് സാനിറ്ററി നാപ്കിൻസ് ടു ഫീമെയിൽ സ്റ്റുഡൻസ്. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്ററായ YS ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. സ്വേച്ഛ പ്രോഗ്രാം ടു ടാക്കിൾ ദ സ്റ്റിഗ്മ അറ്റാച്ച്ഡ് ടു മെൻസ്ട്രുവേഷൻ, പ്രയോറിറ്റൈസ് ഫീമെയിൽ പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻകറേജ് എ ഹെൽത്തി ഡയലോഗ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റാണ് സ്വേച്ഛ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ YS ജഗൻമോഹൻ റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശ് ഗവർണറുടെ പേര് ബിശ്വഭൂഷൺ ഹരിചന്ദനാണ്. പിന്നെ പോപ്പിക്കോണ്ട നാഷണൽ പാർക്കും ശ്രീ വെങ്കടേശ്വര നാഷണൽ പാർക്കും ആന്ധ്രാപ്രദേശിലാണുള്ളത്. പിന്നെ കൗഡിന്യ നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊറിംഗ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൃഷ്ണ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൊള്ളേരു ബേർഡ് സാങ്ച്വറി, നെലാപ്പട്ടു ബേർഡ് സാങ്ച്വറി, കമ്പലക്കൊണ്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇതെല്ലാം ആന്ധ്രാപ്രദേശിലാണുള്ളത്. പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് കുച്ചിപ്പുടി. ഫോൾക്ക് ഡാൻസ് കോലാട്ടമാണ്. പിന്നെ ശ്രീശൈലം ടെമ്പിൾ, വെങ്കടേശ്വര ടെമ്പിൾ, കണിപ്പാക്കം ടെമ്പിൾ, അതേപോലെ കനകദുർഗ ടെമ്പിൾ ഇതെല്ലാം ആന്ധ്രാപ്രദേശിലാണുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, എത്യോപ്യാസ് ആബി അഹമ്മദ് സ്വാൺ ഇൻ ആസ് എ പ്രൈം മിനിസ്റ്റർ ഫോർ എ സെക്കൻഡ് 5-year ടേം. അപ്പോൾ രണ്ടാമത്തെ 5-year ടേമിനാണിപ്പോൾ എത്യോപ്യയുടെ ആബി അഹമ്മദിനെ പ്രൈം മിനിസ്റ്ററായിട്ട് സ്വാൺ ഇൻ ചെയ്തിരിക്കുന്നത്. ആബി അഹമ്മദായി പ്രൈം മിനിസ്റ്റർ ഓഫ് എത്യോപ്യ. എത്യോപ്യയുടെ ക്യാപിറ്റലാണ് ആഡിസ് അബാബ, കറൻസിയാണ് ബിർ. ആഡിസ് അബാബ ബിർ. അപ്പോൾ എത്യോപ്യൻ പ്രൈം മിനിസ്റ്റർ ആബി അഹമ്മദ് ഹാസ് ബീൻ സ്വാൺ ഇൻ ഫോർ എ ന്യൂ 5-year ടേം
as his government faces a host of challenges including a months-long conflict in the northern region of Tigray. അപ്പോൾ എത്യോപ്യയുടെ ആബി അഹമ്മദാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററായിട്ട് സോൺ ഇൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെയും ആബി അഹമ്മദ് തന്നെയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ 5 ഇയർ ടേം കിട്ടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ന്യൂസ്, Prime Minister Modi inaugurates Azadi at 75 New Urban India Transforming Urban Landscape Conference cum Expo in Lucknow. അപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദി ആസാദി അറ്റ് 75 ന്യൂ അർബൻ ഇന്ത്യ ട്രാൻസ്ഫോമിംഗ് അർബൻ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് കം എക്സ്പോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ മോദി. പ്രൈം മിനിസ്റ്റർ ഹാൻഡഡ് ഓവർ കീസ് ഓഫ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഹൗസസ് ടു 75,000 ബെനിഫിഷ്യറീസ് ഇൻ 75 ഡിസ്ട്രിക്ട്സ് ഓഫ് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശിലെ 75,000 ബെനിഫിഷ്യറീസിന് 75 ഡിസ്ട്രിക്റ്റിലെ 75,000 ബെനിഫിഷ്യറീസിന് ഹൗസ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ മോദിയുടെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന യോജന അനുസരിച്ച്. പിന്നെ ഇനോഗ്രേറ്റഡ് ഓർ ലെയ്ഡ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് 75 അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഓഫ് ഉത്തർപ്രദേശ് അണ്ടർ സ്മാർട്ട് സിറ്റീസ് മിഷൻ ഇൻ അമൃത്. അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിരിക്കുകയാണ് 75 അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന്. ഉത്തർപ്രദേശിലെ 75 അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന്. അത് ഏതിൻ്റെ അണ്ടറിലാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റീസ് മിഷൻ ആൻഡ് അമൃതിൻ്റെ അണ്ടറിലാണ് ആ 75 അർബൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിരിക്കുന്നത്. പിന്നെ ഫ്ലാഗ്ഡ് ഓഫ് 75 ബസ്സസ് അണ്ടർ ഫെയിം 2 ഓഫ് ലക്നൗ ഫോർ ലക്നൗ, കാൺപൂർ, വാരണാസി, പ്രയാഗ്രാജ്, ഗോരഖ്പൂർ, ഝാൻസി ആൻഡ് ഗാസിയാബാദ്. പിന്നെ 75 ബസ് ഫെയിം 2ൻ്റെ അണ്ടറിൽ ലക്നൗ, കാൺപൂർ, വാരണാസി, പ്രയാഗ്രാജ്, ഗോരഖ്പൂർ, ഝാൻസി ആൻഡ് ഗാസിയാബാദിന് വേണ്ടിയിട്ട് 75 ബസ്സാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, BSc Tech gets RBI in principle node to set up operate trade receivables discounting system. അപ്പോൾ BSc ടെക്കിന് RBIയുടെ ഇൻ പ്രിൻസിപ്പിൾ നോഡ് കിട്ടിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് സിസ്റ്റം. ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു RBIയുടെ ഇൻ പ്രിൻസിപ്പിൾ നോഡ് കിട്ടിയിരിക്കുന്നത്. സെറ്റപ്പ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും. BSc Technologies Private Limited has received in principle approval from the central bank to set up and operate a trade receivables discounting system. BSc Technologies is a vibrant and agile setup located at Mumbai. മുംബൈയിലുള്ള ഒരു വൈബ്രൻ്റ് ആൻഡ് അജൈൽ സെറ്റപ്പാണ് BSc Technologies Private Limited എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ്, സ്യുക്കൂറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, അതേപോലെ ജിയോർജിയോ പാരിസി വിൻ 2021 നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. അപ്പോൾ ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് കിട്ടിയിരിക്കുന്നത് 3 ആൾക്കാർക്കാണ്. സ്യുക്കൂറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, അതേപോലെ ജിയോർജിയോ പാരിസി. അപ്പോൾ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ഹാസ് ഡിസൈഡഡ് ടു അവാർഡ് ദ 2021 നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ടു സ്യുക്കൂറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ ആൻഡ് ജിയോർജിയോ പാരിസി for groundbreaking contributions to our understanding of complex physics systems. The Nobel Prize in Physics is awarded by the Royal Swedish Academy of Sciences, Stockholm, Sweden. ഇവരാണ് അത് കൊടുക്കുന്നത്. ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് നേടിയത് സ്യുക്കൂറോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, അതേപോലെ ജോർജിയോ പാരിസിയാണ്. നെക്സ്റ്റ് ന്യൂസ്, Kotak Mahindra Bank becomes the first scheduled private sector bank to collect direct and indirect taxes. അപ്പോൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഫസ്റ്റ് ഷെഡ്യൂൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരിക്കുകയാണ്. കളക്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിരിക്കുകയാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്. Kotak Mahindra Bank Limited has received approval from the government for collection of direct and indirect taxes such as income tax, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എക്സെട്ര ത്രൂ ഇറ്റ്സ് ബാങ്കിങ് നെറ്റ്വർക്ക്. അവരുടെ ബാങ്കിങ് നെറ്റ്വർക്കിലൂടെ കളക്ട് ചെയ്യാനുള്ള അനുമതിയാണ് ഗവൺമെൻറ്റിൽ നിന്നും കൊട്ടാക് മഹീന്ദ്ര ബാങ്കിന് ലഭിച്ചിരിക്കുന്നത്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ കുറച്ച് സ്ട്രാറ്റജിയൊക്കെ നമുക്ക് നോക്കാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഫൗണ്ട് ചെയ്തത് ഫെബ്രുവരി 2003 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ഉദയ് കൊട്ടാക്കാണ്. ടാഗ് ലൈൻ ഓഫ് കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ലെറ്റ്സ് മേക്ക് മണി സിമ്പിളാണ്. നെക്സ്റ്റ് ന്യൂസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രാൻസ് ലൈസൻസ് ടു NARCL അണ്ടർ സർഫാസി ആക്ട്.
അപ്പോൾ സർഫാസി ആക്ടിൻ്റെ അണ്ടറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ NARCLന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ RBI ഹാസ് ഗ്രാൻഡഡ് ദ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി which is seeking to turn around bad loans worth 2 trillion rupees the license to register as an asset reconstruction company. അപ്പോൾ RBI എന്തിനാണ് അനുമതി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി RBI has granted the National Asset Reconstruction Company which is seeking to turn around bad loans worth 2 trillion rupees the license to register as an asset reconstruction company. Asset reconstruction company ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്. The approval to the entity has been accorded under Section 3 of the Securitization and Reconstruction of Financial Assets and Enforcement of Security Interest Act of 2002. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ NARCLന് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ആവാനുള്ള ലൈസൻസാണ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ളത് സർഫാസി ആക്ടിൻ്റെ അണ്ടറിൽ. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1 April 1935 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. പിന്നെ ഡെപ്യൂട്ടി ഗവർണേഴ്സ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 4 ആളാണ്, 4 സീറ്റാണുള്ളത്. ആ 4 ആൾക്കാർ ആരാണെന്ന് നോക്കാം. മഹേഷ് കുമാർ ജെയിൻ, മൈക്കിൾ ദേബ്ബാത്ര പത്ര, പിന്നെ M രാജേശ്വർ റാവ്, T രവിശങ്കർ, ഇവരാണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണേഴ്സ്. പിന്നെ RBIക്ക് 4 സബ്സിഡറീസ് ആണുള്ളത്. ഫുള്ളി ഓൺഡ് സബ്സിഡറീസ് ഓഫ് RBI ആണ് ഈ 4 എണ്ണം. അതിലത്തെ ഫസ്റ്റ് വരുന്നതാണ് DICGC, അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. പിന്നെ NHB, അതായത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. മൂന്നാമത്തെയാണ് BRBN MPL, അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ IFTAS, അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ്. ഇതാണ് RBIയുടെ സബ്സിഡറികൾ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ സ്റ്റാറ്റിക് GKയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ അത് മെൻഷൻ ചെയ്യണം. സോ താങ്ക് യു എവരിവൺ.